വെള്ളം വീഞ്ഞായി മാറ്റിയ യേശുനാഥ നിന്റെ സന്നിധാനമണഞ്ഞു വാഴ്ത്തിടും നിങ്ങൾ. വെള്ളം വീഞ്ഞായി മാറ്റിയ യേശുനാഥ നിന്റെ സന്നിധാനമണഞ്ഞു വാഴ്ത്തിടും നിങ്ങൾ. പാപഭാരം പേരിടുന്ന ജീവിതത്തെ ഇന്ന് ശുദ്ധമാക്കി തീർത്തിടണേ യേശുനായക. പാപഭാരം പേരിടുന്ന ജീവിതത്തെ ഇന്ന് ശുദ്ധമാക്കി തീർത്തിടണേ യേശുനായക. മണവുമില്ല, രുചിയുമില്ല, നിറവുമില്ല വെള്ളം, ലഹരിയുള്ള വീര്യമുള്ള മധുരവീനായി. മണവുമില്ല, രുചിയുമില്ല, നിറവുമില്ല വെള്ളം, ലഹരിയുള്ള വീര്യമുള്ള മധുരവീനായി. താഴ്ച പറ്റി വീഴ്ച പറ്റി കരുത്തുപോയൊരെന്നെ രൂപഭാവമാറ്റമേകി സ്വീകരിക്കണേ. താഴ്ച പറ്റി വീഴ്ച പറ്റി കരുത്തുപോയൊരെന്നെ രൂപഭാവമാറ്റമേകി സ്വീകരിക്കണേ. വെള്ളം വീഞ്ഞായി മാറ്റിയ യേശുനാഥ നിന്റെ സന്നിധാനമണഞ്ഞു വാഴ്ത്തിടും നിങ്ങൾ. പാപഭാരം പേരിടുന്ന ജീവിതത്തെ ഇന്ന് ശുദ്ധമാക്കി തീർത്തിടണേ യേശുനായക. മരണജലം മധുരമാക്കി തീർത്ത യേശുനാഥ എന്റെ ജീവിതത്തിലും ഈ അത്ഭുതം ചെയ്യുക. മരണജലം മധുരമാക്കി തീർത്ത യേശുനാഥ എന്റെ ജീവിതത്തിലും ഈ അത്ഭുതം ചെയ്യുക. യേശുവിന്റെ രക്തത്താലെ ശുദ്ധി ഞാൻ പ്രാപിച്ചു, പഞ്ഞി പോലെ എൻ ഹൃദയം പെൺമയാകണേ. യേശുവിന്റെ രക്തത്താലെ ശുദ്ധി ഞാൻ പ്രാപിച്ചു, പഞ്ഞി പോലെ എൻ ഹൃദയം പെൺമയാകണേ. വെള്ളം വീഞ്ഞായി മാറ്റിയ യേശുനാഥ നിന്റെ സന്നിധാനമണഞ്ഞു വാഴ്ത്തിടും നിങ്ങൾ. പാപഭാരം പേരിടുന്ന ജീവിതത്തെ ഇന്ന് ശുദ്ധമാക്കി തീർത്തിടണേ യേശുനായക. യേശുവിന്റെ രക്തത്താൽ വിടുതൽ പ്രാപിച്ചപ്പോൾ എന്റെ ഹൃത്തിൽ ആനന്ദത്തിൽ ലഹരി നിറഞ്ഞു. യേശുവിന്റെ രക്തത്താൽ വിടുതൽ പ്രാപിച്ചപ്പോൾ എന്റെ ഹൃത്തിൽ ആനന്ദത്തിൽ ലഹരി നിറഞ്ഞു. ഹല്ലേലൂയ ഗാനം നൃത്തമാടി നാവിൽ വിശുദ്ധിയെ തികപ്പാൻ ഓടിടുന്നു ഞാൻ. ഹല്ലേലൂയ ഗാനം നൃത്തമാടി നാവിൽ വിശുദ്ധിയെ തികപ്പാൻ ഓടിടുന്നു ഞാൻ. വെള്ളം വീഞ്ഞായി മാറ്റിയ യേശുനാഥ നിന്റെ സന്നിധാനമണഞ്ഞു വാഴ്ത്തിടും നിങ്ങൾ. പാപഭാരം പേരിടുന്ന ജീവിതത്തെ ഇന്ന് ശുദ്ധമാക്കി തീർത്തിടണേ യേശുനായക. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. കാലമെല്ലാം കഴിഞ്ഞു പോവുകയാണ്. കാലമെല്ലാം കഴിയും. ഇന്ന് കാണുന്നതെല്ലാം നശിച്ചു പോകും, അഴിഞ്ഞു പോകും. കാണുന്നതെല്ലാം അഴിയും. പിന്നീട് പുതിയ യുഗം തുടങ്ങും, പുതിയ യുഗം വിരിയും. നാമോ തിരികെ വരാതെ അനന്തതയിലേക്ക് നാം മാറിപ്പോകും. കാലമെല്ലാം കഴിയും, ഇന്ന് കാണുന്നതെല്ലാം അഴിയും. പിന്നെ പുതിയ യുഗം വിരിയും. തിരികെ വരാതെ നാം അനന്തതയിലേക്ക് മാറ്റപ്പെടും. കാലം തീരും. ദൈവത്തിന് സ്തോത്രം. ഏതാനും നാളുകൾ കഴിയുമ്പോഴേക്കും നമ്മൾ ഓരോരുത്തരും കടന്നു പോയിട്ട് നിത്യതയിലേക്ക് ചേരും. നിത്യതയിലേക്ക് ചേർന്നാലും കർത്താവിൻ്റെ രണ്ടാമത്തെ ഒരു താമസിക്കുന്നെങ്കിൽ ബസ്സുകൾ ഓടിക്കൊണ്ടിരിക്കും, ട്രെയിൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കും, വിമാനങ്ങൾ പറന്നുകൊണ്ടിരിക്കും.
കൃഷി നടന്നുകൊണ്ടിരിക്കും, ബിസിനസ് നടന്നുകൊണ്ടിരിക്കും, എല്ലാം ഒക്കെ നടന്നുകൊണ്ടിരിക്കും. പക്ഷേ ഞാനെന്ന് പറയുന്നൊരു വ്യക്തി ഉണ്ടായിരിക്കില്ല. ഞാനെന്ന് പറയുന്നൊരു വ്യക്തി അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് ഓർക്കുക, ഒരു ദിവസം എല്ലാം തകിടം മറിയും. നമ്മുടെ ഓരോരുത്തരും വ്യക്തിയുടെ ജീവിതം ഞാനീ പറയുന്നത്. ഒരു ദിവസം എല്ലാം മാറും. നിത്യമായ യുഗത്തിലേക്ക് നാം നീങ്ങുകയാണ്. ദൈവത്തിന് സ്തോത്രം. നിത്യമായ ഒരു പുതിയ യുഗം, പുതിയ ആകാശം, പുതിയ ഭൂമിയും അതിലേക്ക് നാം നീങ്ങുകയാണ്. നിത്യമായ സന്തോഷത്തിലേക്കാണ് നാം പോകുന്നത്. നിത്യമായ സന്തോഷം, എവർലാസ്റ്റിംഗ് ലൈഫ്, നിത്യജീവൻ. എവർലാസ്റ്റിംഗ് ലൈഫ്, ഒരിക്കലും ക്ഷയിച്ചു പോകാത്ത നിത്യജീവൻ. അതിനു വേണ്ടിയാണ് നാം തിരുവചനം കേൾക്കുന്നത്, നാം തിരുവചനം ശ്രദ്ധിക്കുന്നതും തിരുവചനം നാം പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. നമുക്കൊരു ചുരുങ്ങിയ കാലം നമ്മുടെ മുന്നിലുണ്ട്. ചുരുങ്ങിയൊരു കാലം, വളരെ ചുരുങ്ങിയൊരു കാലം. ഈ ഉള്ള കാലം നമുക്ക് പ്രയോജനപ്രദമായി ചെലവഴിക്കണം. ദൈവത്തിന് സ്തോത്രം. ഒരു കൊച്ചുകുട്ടി ഉണ്ടായിരുന്നു. അവൻ്റെ അമ്മയുടെ കൂടെ കടയിൽ പോയി. ടൗണിൽ, സിറ്റിയിൽ കടയിൽ പോയി. അമ്മ പോയപ്പോൾ കൂടെ പോയെന്നേ ഉള്ളൂ. അപ്പോൾ അവൻ്റെ കയ്യിൽ, അവൻ പോകാൻ നേരത്ത് അവൻ്റെ അപ്പൻ 1 പൗണ്ട് കൊടുത്തു. 1 പൗണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മൾക്ക് 1 രൂപ എന്ന് വെച്ചോ, അതല്ല, വില അതല്ല, പക്ഷേ 1 രൂപ നമുക്ക് മനസ്സിലാക്കാം. 1 രൂപ കൊടുത്തു. നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ വാങ്ങിച്ചോ എന്ന് പറഞ്ഞാൽ അവന് സ്വന്തമായിട്ട് വാങ്ങിക്കാനായിട്ട്. അവൻ അമ്മയുടെ കൂടെ കടയിലെല്ലാം സാധനങ്ങൾ കണ്ടു കിടന്നു. എന്നിട്ട് അവനൊരു ഭാഗത്ത് നിങ്ങളിങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുക അവന് പറ്റുന്നത് എന്താണെന്ന്. ഓരോന്നിൻ്റെ വില അവൻ ചോദിക്കും. അപ്പോൾ കടയുടെ ഉടമസ്ഥൻ വില പറയും. അമ്മ എന്തൊക്കെയോ മേടിച്ചിട്ട് വന്നപ്പോഴും അവനൊന്നും എടുത്തിട്ടില്ല. നീ എന്താ വൈകുന്നത് മോനെ, നീ എന്താ വൈകുന്നത്? അപ്പോൾ അവൻ അമ്മ ഞാൻ എനിക്ക് പറ്റിയത് തിരഞ്ഞെടുക്കുകയാണ്. അല്ല, എന്തിനാ വൈകുന്നത്? എടുക്കരുതോ? എനിക്ക് 10,000 രൂപയൊന്നും കയ്യില്ല, 1 രൂപയേ ഉള്ളൂ. അതിന് ഏറ്റവും നല്ലത് വാങ്ങണം. അതിനുവേണ്ടി ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ഏറ്റവും നല്ലത് എനിക്ക് 1 രൂപയോ കൈവശമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് 1 രൂപയെ തന്നിട്ടുള്ളൂ. അതിന് ഏറ്റവും നല്ലത് എന്താ, അതാണ് ഞാൻ നോക്കുന്നത്. അതിന് കിട്ടുന്നത് എന്താണ്? ദൈവത്തിന് സ്തോത്രം. ചെറിയൊരു കഥയാണ്, ചെറിയൊരു സംഭവമാണ്. സ്വാഭാവികമായി സംഭവിക്കാവുന്ന കാര്യം തന്നെയാണ്. ഓർക്കുക, നമുക്ക് ഒരു ചെറിയ ആയുസ് മാത്രമേ ഉള്ളൂ. ചെറിയൊരായുസ്, വളരെ കുറച്ച് കാലം. അത് കണ്ടിരിക്കുമ്പോൾ പെട്ടെന്നങ്ങ് മറന്നു പോകുന്ന പോലത്തെ, മറിഞ്ഞു പോകുന്ന പോലത്തെ ഒരു ജീവിതം. ആ ചുരുങ്ങിയ ആയുഷ്കാലത്ത് നമുക്ക് യേശുക്രിസ്തു തരുന്ന സന്തോഷം നമുക്ക് അനുഭവിക്കണം. നിത്യതയുടെ സന്തോഷം അനുഭവിക്കണം, ജീവൻ്റെ സന്തോഷം അനുഭവിക്കണം, സ്വർഗ്ഗത്തിൻ്റെ സന്തോഷം അനുഭവിക്കണം. പോരാ, ഈ ഭൂമിയിലും നാം സന്തോഷമുള്ളവരായി ജീവിക്കണം. ഈ ഭൂമിയിൽ സന്തോഷമുള്ളവരായി, സംതൃപ്തിയുള്ളവരായി നാം ജീവിക്കണം. സംതൃപ്തി, സന്തോഷം. ഒന്ന് ചിന്തിക്കൂ, വാസ്തവമായൊരു സംതൃപ്തി ഉണ്ടോ എൻ്റെ ജീവിതത്തിൽ? ഇന്നായിരിക്കുന്ന സ്ഥിതിയിൽ വാസ്തവമായൊരു സംതൃപ്തി. കൊള്ളാം, എല്ലാം നല്ലത്, അങ്ങനെ തോന്നുന്നുണ്ടോ? എന്തെല്ലാമോ ചില പോരായ്മകൾ നിങ്ങൾക്ക് തോന്നുന്നില്ലേ? എന്തെല്ലാമോ, ഇന്നതുകൂടി കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു, ഇന്നതുകൂടി ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇന്നുള്ള യാതൊന്നിലും നമുക്ക് പലർക്കും സന്തുഷ്ടിയില്ല. ഇന്നുള്ളതിൽ സംതൃപ്തിയില്ല, തൃപ്തിയില്ല. എന്തോ ഒന്നിനു വേണ്ടിയുള്ളതായ വാഞ്ച. ഇന്നതാണെന്ന് പറയാൻ അറിയാൻ പാടില്ല. ഒരു സംതൃപ്തിയില്ലാത്ത ജീവിതം. നോക്കിയോളൂ, നിങ്ങൾ തിരിഞ്ഞു നോക്കിയോ, നിങ്ങളുടെ സ്വന്തം ജീവിതം നോക്കിയോളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അയ്യോ സംതൃപ്തിയില്ല. കർത്താവ് എനിക്ക് വേണ്ടി എന്തെല്ലാമോ തന്നു, എന്തെല്ലാം കാര്യങ്ങളാണ് തന്നത്. പക്ഷേ എനിക്ക് അതിലൊന്നും സംതൃപ്തി വിടാൻ പറ്റുന്നില്ല, തൃപ്തിയായിട്ടില്ല. കുറച്ചുകൂടി വേണമെന്നാണ്. പൈസയുള്ളവന് കുറച്ചുകൂടി പൈസ സമ്പാദിക്കണമെന്നാണ്, എങ്കിലേ സംതൃപ്തി കിട്ടുന്നുള്ളൂ. അല്ല, ആരോഗ്യമുള്ളവന് ഇപ്പോഴത്തെ ശരീരത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ല, എങ്കിലും പോരാ, ഒന്നുകൂടി ആരോഗ്യം കൂടുതൽ കിട്ടണം. ഒരു ചെറിയ തുണ്ട് ഭൂമിയുള്ളവന് ഈ ഇത്രയും കൊണ്ട് പോരാ, എന്തെങ്കിലും ഇത്തിരി കൃഷിയൊക്കെ ചെയ്യാൻ പാകത്തിനൊരു 10 സെൻറ്റ് കൂടി കിട്ടിയാൽ കൊള്ളാം, ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ വീടുണ്ട്, ആ വീടുള്ളവന് അതിൽ കുറച്ചുകൂടി ബെറ്റർമെൻറ്റ്, കുറച്ചുകൂടി നന്നാക്കിയെടുക്കാൻ എന്ത് പറ്റും? സാധിക്കുമോ? ഇങ്ങനെ ഓരോരുത്തരും അസംതൃപ്തരാണ്. ഇന്നുള്ള ജീവിതത്തിൽ സംതൃപ്തിയില്ലാത്തവരാണ്, സന്തോഷമില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ജീവിതത്തിൽ പൂർണ്ണ സംതൃപ്തി തരാൻ, പൂർണ്ണമായും നിങ്ങൾക്ക് സമാധാനം തരാൻ യേശുക്രിസ്തുവിന് കഴിയും. നിങ്ങൾ വിശ്വസിക്കുക. അതാണ് എന്നും പറയുന്ന വാക്ക്. യേശുക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൻ്റെ നാഥനും കർത്താവും രക്ഷിതാവുമായി വന്നാൽ ക്രിസ്തു നിങ്ങൾക്ക് പൂർണ്ണ സംതൃപ്തി തരും. പൂർണ്ണ സംതൃപ്തി. പ്രശ്നങ്ങളില്ലെന്നല്ല, തീർച്ചയായിട്ടും ഉണ്ട്. പ്രശ്നങ്ങളുണ്ടാകും, പ്രതിസന്ധികളുണ്ടാകും, ഭാരങ്ങളുണ്ടാകും, കഷ്ടങ്ങളുണ്ടാകും. കർത്താവ് തൻ്റെ ഒടുവിലത്തെ പ്രസംഗത്തിൽ യോഹന്നാന് ശേഷം 16-ാം അധ്യായത്തിലെ അവസാനത്തെ വാക്യം പറയും, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുകയും, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഈ കഷ്ടതയിലും സന്തോഷിക്കാൻ സാധിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. ദുരിതങ്ങളിലും സന്തോഷിക്കാൻ സാധിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. ഒരു സംതൃപ്തിയുള്ള ജീവിതം, ഒരു കൃതാർത്ഥത, ഒരു ചാരിതാർത്ഥ്യം, അത് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം.
ഒന്നിനും വേണ്ടി നമ്മുടെ ഹൃദയം എങ്ങനെ അഴലാനിട വരരുത്. ഈ ഒരു സംതൃപ്തിയുടെ ഹൃദയത്തിൽ ഇങ്ങനെ നിറഞ്ഞ് പൊന്തി വന്നുകൊണ്ടിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഈ ലോക ജീവിതത്തിൽ നമുക്കത് കിട്ടും, വേണമെങ്കിൽ കിട്ടും. ക്രിസ്തു അകത്ത് വന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്താവായി, നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് ക്രിസ്തു വന്ന് നമ്മുടെ അധികാരിയായി വാഴുകയാണെങ്കിൽ തീർച്ചയായിട്ടും സംതൃപ്തി കിട്ടും. ഇന്ന് അനേകർക്ക് ഇത് വരാതിരിക്കാൻ കാരണം എന്തുകൊണ്ട് വരാത്തത്? ക്രിസ്തു എൻ്റെ അകത്ത് വന്നു, ഞാൻ വാസ്തവമായി സമർപ്പിച്ചു. എനിക്ക് സമർപ്പിക്കാൻ ആഹ്വാനം വന്നപ്പോൾ ഞാൻ ഇരു കൈ ഉയർത്തി ഞാൻ സമർപ്പിച്ചു, കർത്താവ് കാര്യത്തിൽ പിടിക്കുമെന്ന് പറഞ്ഞു. പിന്നെ എന്തുകൊണ്ട് എനിക്ക് മനസ്സിലാകുന്നില്ല, എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല? കാരണം നമ്മുടെ കയ്യിൽ വേറെ അഴുക്കുണ്ട്. ക്രിസ്തു പിടിക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും അഴുക്കെല്ലാം മാറിയെന്നുള്ള വിശ്വാസമല്ല. ഈ അഴുക്ക് പിന്നെയും ഹൃദയത്തിൽ നിൽക്കുന്നു. ഉള്ളിൽ നിന്ന് അത് മാറിപ്പോകുന്നില്ല, തിന്മ മാറിപ്പോകുന്നില്ല, പാവം മാറിപ്പോകുന്നില്ല. ക്രിസ്തുവിനെ എനിക്ക് കിട്ടിയേ മതിയാകൂ, ക്രിസ്തു മതിയേ മതി, എനിക്ക് യേശുവാണ് വേണ്ടത്, വേറെ ഒന്നും വേണ്ട എന്നുള്ള ഒരു ദാഹം നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾ രക്ഷപ്പെടും, സംശയിക്കേണ്ട. യേശുക്രിസ്തു എൻ്റെ നാഥനും എൻ്റെ കർത്താവും എൻ്റെ രക്ഷിതാവുമായ എൻ്റെ ജീവനുള്ള ദൈവത്തിൻ്റെ വകയായി ജീവിക്കാൻ എനിക്കൊരു ഭാഗ്യം തന്നിരിക്കുന്നു എന്നൊരു വിശ്വാസം വരുമ്പോൾ, വാസ്തവമായ വിശ്വാസം വരുമ്പോൾ പ്രത്യാശയുണ്ടാകും. ആ വിശ്വാസവും പ്രത്യാശയും എങ്ങനെ ഉണ്ടാകും? അതിനൊരു പോംവഴിയുള്ളൂ, ക്രിസ്തുവിനെ സ്നേഹിക്കുക. ക്രിസ്തുവിനെ സ്നേഹിക്കുക, ക്രിസ്തുവിനൊരു സ്നേഹം വരിക. ഇപ്പോൾ നമ്മുടെ ഒരു പിഞ്ചു കുഞ്ഞ്, ആ കുട്ടിയെ എങ്ങനെയാണ് സ്നേഹിക്കണമെന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? ആരെങ്കിലും പറഞ്ഞു തരണോ? നമ്മുടെ വീട്ടിൽ പിറന്ന ഒരു കൊച്ചുകുട്ടി, നമ്മുടെ മോൻ്റെ മോളോ അല്ലെങ്കിൽ മോളുടെ മോനോ അങ്ങനെ ആരെങ്കിലും ഒരു കൊച്ചുകുട്ടി, ആ കുട്ടിയെ നമ്മൾ സ്നേഹിക്കുന്നതിന് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ചെയ്താണ് സ്നേഹിക്കേണ്ടത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, അത് എഴുതി കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. സ്നേഹം സ്വാഭാവികമായി വരികയാണ്. നമ്മുടേത് എന്ന ബോധ്യമുള്ളപ്പോൾ സ്നേഹം സ്വാഭാവികമായി വരുന്നു. ക്രിസ്തുവിനോട് അതുപോലെ സ്നേഹം സ്വാഭാവികമായി നിങ്ങൾക്ക് വരണം. ആരും പറഞ്ഞു തന്നിട്ടില്ല. എൻ്റെ യേശു എനിക്ക് വേണ്ടി എന്ത് ചെയ്തു, എൻ്റെ ജീവിതത്തിൽ എന്താണ് ചെയ്തത്, അപ്പോഴാണ് സന്തോഷം ഉണ്ടാകുന്നത്. ക്രിസ്തു എനിക്ക് വേണ്ടി എന്ത് ചെയ്തു, എൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ചു ക്രിസ്തു. എൻ്റെ ജീവിതത്തിൽ നശിച്ചുകൊണ്ടിരുന്ന എന്നെ കർത്താവ് രക്ഷിച്ചു, കർത്താവിനെ വീണ്ടെടുത്തു. അപകടത്തിലേക്ക് പാഞ്ഞു പോയിക്കൊണ്ടിരുന്ന എന്നെ കർത്താവ് തടുത്തു നിർത്തി സ്വർഗത്തിലേക്ക് എന്നെ തിരിച്ചു വിട്ടു. നിത്യ നരകാഗ്നിയിലേക്ക് ഞാൻ പോവുകയായിരുന്നു. ഇങ്ങനെ പോയിരുന്നെങ്കിൽ നിത്യ നരകത്തിൽ ഞാൻ വീഴുമായിരുന്നു. എൻ്റെ കർത്താവേ, എനിക്ക് വലുതൊന്നും ഓർക്കാൻ പറ്റുന്നില്ല കർത്താവേ, ഞാൻ ഈ രീതിയിൽ എൻ്റെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് നയിച്ചിരുന്നെങ്കിൽ ഞാൻ എവിടെ പോകുമായിരുന്നു? ഈ ചിന്ത നിങ്ങൾ ഭരിക്കണം. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തു എനിക്ക് എന്ത് ചെയ്തു എന്നുള്ളതായ ചിന്ത. പലപ്പോഴും നാം ചിന്തിക്കുന്നത് രോഗം മാറ്റുന്ന കാര്യം അല്ലെങ്കിൽ കടം മാറ്റുന്ന കാര്യം ഇതൊക്കെയാണ്. അതൊന്നും ഇല്ല എന്നല്ല, അതിനേക്കാളൊക്കെ എത്രയോ വലുതാണ് നിത്യമായ സ്വർഗം, നിത്യമായ രക്ഷ ലഭിച്ചു എന്നുള്ളതിലാണ് സന്തോഷിക്കുന്നത്. നിത്യജീവൻ ലഭിച്ചു എന്നുള്ളതിലാണ് സന്തോഷിക്കുന്നത്. ക്രിസ്തു എനിക്ക് വേണ്ടി ചെയ്തത് നിത്യശിക്ഷ ഒഴിവാക്കി തന്നു എന്നുള്ളതാണ്. നിത്യമായ ശിക്ഷ ഒഴിവാക്കി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ വചനമെല്ലാം പറയുമ്പോഴും നിങ്ങൾ ധാരാളം കേൾക്കുമ്പോഴും ഇതെല്ലാം എന്നും കേൾക്കുന്ന കാര്യമായതുകൊണ്ട് പലപ്പോഴും നിങ്ങൾക്ക് ഒരു മടുപ്പ് വരുന്നുണ്ടോ എന്ന് എനിക്ക് ഭയമുണ്ട്. ഒരു ചെടിപ്പ് വരുന്നുണ്ടോ എന്ന്, ഒരു മരവിപ്പ് വരുന്നുണ്ടോ എന്ന്. കാരണം കേട്ട് മരവിച്ചു പോയി, തഴപ്പിച്ചു പോയി. നേരെ മറിച്ച് നിങ്ങൾ ആത്മാവിന് വേണ്ടി ദാഹിക്കുന്നവരാണെങ്കിൽ ഓരോ വചനശുശ്രൂഷയും വരുമ്പോൾ നിങ്ങൾ വിതുമ്പി കരഞ്ഞുകൊണ്ട്, കർത്താവേ ഇന്ന് എന്നോട് സംസാരിക്കണമേ, ഇന്ന് എൻ്റെ ഹൃദയത്തിൽ നിത്യസന്തോഷം തരണമേ, നിത്യസമാധാനം തരണമേ, യേശുവേ നീ തരാതെ എനിക്ക് കിട്ടുകയില്ല, ആരെല്ലാം തന്നാലും എനിക്ക് മതിയാവുകയില്ല, ആരെല്ലാം തന്നാലും അത് നിലനിൽക്കുകയുമില്ല, യേശുവേ നീ തരുന്ന സന്തോഷമാണ് നിത്യ സന്തോഷം, അതെനിക്ക് തരണമേ എന്നുള്ളതായ ദാഹത്തോടും നിലവിളിയോടും ആർത്തിയോടും കൂടി നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് സമാധാനം കർത്താവ് തരും, സന്തോഷം തരും. ദൈവത്തിന് സ്തോത്രം. സന്തോഷമുള്ളതാണല്ലോ നമ്മുടെ വിഷയം. സന്തോഷം നാം ചിന്തിച്ചു, സമർപ്പണത്തിൽ സന്തോഷിക്കാം. ഇനി പറയാം, സമർപ്പിച്ചു, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, ഇതിൻ്റെ വാക്ക് എനിക്ക് ഭവിക്കട്ടെ. സമർപ്പണത്തിൽ സന്തോഷിച്ചു. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. സമർപ്പണത്തിൽ സന്തോഷിക്കും. സമർപ്പണം എടുത്താൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റും. അത് വീണ്ടും പറയാൻ ഇടവരുന്നത് എന്തുകൊണ്ടായിരിക്കണം? സമർപ്പണം. ഇന്ന് അനേകർക്ക് സമർപ്പണമില്ല. കേൾക്കുന്നുണ്ട്, കേട്ട് പോകുന്നുണ്ട്, പക്ഷേ സമർപ്പണം കിട്ടുന്നില്ല. എൻ്റെ ഈ ജീവിതം എന്തിന്? ഇപ്പോൾ ഇത്രയും വർഷം ഞാൻ ജീവിച്ചു, എന്തിനു വേണ്ടി ഞാൻ ജീവിച്ചു? എൻ്റെ ജീവിതം എന്തിന്? നാം പല കാര്യങ്ങൾ ഈ ഭൂമിയിൽ ചെയ്തു, ശരിയായിരിക്കും, പലതും ചെയ്തു. പക്ഷേ അതിനൊന്നും വേണ്ടിയല്ല നമ്മുടെ കർത്താവ് ഇവിടെ കൊണ്ടുവന്നത്. ഈ ഭൂമിയിലേക്ക് നമ്മെ അയച്ചത് അതിനു വേണ്ടിയല്ല. നമ്മുടെ കർത്താവിൻ്റെ ഹിതം നിറവേറ്റാൻ, കർത്താവിൻ്റെ വിശുദ്ധ ജനമായി നിൽപ്പാൻ, കർത്താവിൻ്റെ പ്രിയജനമായി നിൽപ്പാൻ, കർത്താവിൻ്റെ സ്വത്തായി നിൽക്കാൻ. ഇതിൻ്റെ ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ സമ്പത്തായി നിൽക്കാൻ, അതിനാണ് കർത്താവ് നമ്മളിങ്ങോട്ട് വിട്ടത്. കർത്താവിൻ്റെ സമ്പത്തായി ഞാൻ നിന്നിട്ടുണ്ടോ? ചിന്തിച്ച് നോക്കണം. യേശുക്രിസ്തുവിൻ്റെ സമ്പത്തായി ഞാൻ നിന്നിട്ടുണ്ടോ?
യേശുക്രിസ്തു സ്വന്തമായി നിന്നിട്ടുണ്ടോ? ആ ഒരു വ്യക്തമായ ബോധ്യം കിട്ടുമ്പോൾ നിങ്ങൾ സമർപ്പിച്ചു പോകും, സമർപ്പിക്കും. ഞാനും എനിക്കുള്ളതെല്ലാം യേശുവേ നിൻ്റേത്. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൽ ചില കാര്യങ്ങൾ, ചില സംഭവങ്ങൾ, അല്ലെങ്കിൽ ചില പ്രത്യേക നിമിഷങ്ങൾ വരുമ്പോഴാണ് ഞാൻ സമർപ്പിച്ചു എന്ന് പറഞ്ഞെങ്കിലും ഞാൻ സമർപ്പിച്ചിട്ടില്ല എന്ന് മനസ്സിലാകുന്നത്. ഞാൻ പറയുന്നത് ഞാൻ സമർപ്പിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ഏതെങ്കിലും ഒരു പരീക്ഷണഘട്ടം വരുമ്പോൾ, ഒരു ടെസ്റ്റ് കേസ് വരുമ്പോൾ അപ്പോഴാണ് മനസ്സിലാക്കുന്നത്, അയ്യോ ഞാൻ സമർപ്പിച്ചു എന്ന് പറഞ്ഞെങ്കിലും സമർപ്പിച്ചിട്ടില്ലായിരുന്നല്ലോ. ലോകത്തിലൊരു കാര്യത്തെക്കുറിച്ച് നമുക്കൊരു ഭാരം വരുമ്പോൾ, അയ്യോ ഞാൻ സമർപ്പിച്ചില്ലായിരുന്നല്ലോ. ലോകത്തിന് ഞാൻ മരിച്ചു, ഞാൻ ദൈവത്തിന് ജീവിക്കുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞു, പക്ഷേ അയ്യോ ഞാൻ മരിച്ചില്ലായിരുന്നല്ലോ. നമ്മുടെ സ്വന്തം അഭിപ്രായത്തിന് വിഘ്നമായി ഏതെങ്കിലും കാര്യം വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ചൂട് പിടിക്കുന്നെങ്കിൽ അപ്പോൾ ഒന്ന് മനസ്സിലാക്കുകയാണ്, അയ്യോ കർത്താവേ ഞാൻ സ്വയം മരിച്ചു എന്ന് വിചാരിച്ചതെങ്കിലും മരിച്ചില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. അവിടെയാണ് ആത്മാവിൻ്റെ എളിമ വരുന്നത്. ആ എളിമയിൽ കൂടിയാണ് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആദ്യമായും ഏറ്റവും ഗൗരവതരമായി സംഭവിക്കേണ്ട കാര്യം ഒരു സമർപ്പണം എടുക്കുക. സമർപ്പണം മുഴുവനായി സമർപ്പിക്കുക. മുഴുവനായി എൻ്റെ ഭാര്യയും എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും എൻ്റെ മാതാപിതാക്കളും എൻ്റെ സ്വത്തും എൻ്റെ വീടും എൻ്റെ ജോലിയും എൻ്റെ വരുമാനവും, ദൈവത്തിന് സ്തോത്രം, എല്ലാം എൻ്റെ സകല ശക്തിയും എല്ലാം, ഓൾ മൈറ്റ് ആൻഡ് പവർ എല്ലാം മുഴുവനും യേശുക്രിസ്തുവിന് വേണ്ടി അങ്ങ് സമർപ്പിക്കുകയാണ്. മുഴുവനായിട്ട് വിട്ടു കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കുമ്പോഴാണ് നമുക്കൊരു വലിയ സ്വാതന്ത്ര്യം കിട്ടും, വലിയ സമാധാനം കിട്ടും. യേശുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പരീക്ഷിച്ച് നോക്ക്. നിങ്ങൾക്കറിയാമല്ലോ, യേശുവിനെ നിങ്ങളെല്ലാം അങ്ങ് ഏൽപ്പിച്ച് കൊടുത്തു നോക്ക്. കാണാം, എല്ലാം മനോഹരമായി കൊണ്ടുപോകും. കർത്താവിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും നമുക്ക് എന്താണ് നന്മ ചെയ്യേണ്ടതെന്ന് നോക്കി നിൽക്കുകയാണ് കർത്താവ് കുറ്റം കണ്ടുപിടിക്കാൻ നോക്കി നിൽക്കുകയല്ല. കുറ്റം ഇന്നത് കണ്ടുപിടിച്ചിട്ട് അവനെ ശിക്ഷിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് നോക്കി നിൽക്കുകയല്ല. നമുക്ക് എന്താണ് നന്മയായിട്ട് കിട്ടേണ്ടത് അതിനുവേണ്ടി കർത്താവ് നോക്കി നിൽക്കുകയാണ്. തരാൻ കർത്താവ് തയ്യാറാണ്. നാം കൈനീട്ടി വാങ്ങണമെന്ന് മാത്രം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. 1, സമർപ്പണത്തിൽ സന്തോഷം. 2, ദൈവത്തിൻ്റെ വേല ചെയ്യുന്നതിൽ സന്തോഷം. ദൈവത്തിൻ്റെ വേല ചെയ്താൽ സന്തോഷം, വേല ചെയ്യുന്നതിൽ സന്തോഷം. സന്തോഷിക്കാം, ദൈവത്തിൻ്റെ വേലക്കാരനാകുക. ഏറ്റവും നല്ല ജോലി കർത്താവിൻ്റെ വേലയാണ്. സ്വർഗത്തിൽ പ്രതിഫലമുള്ളതായ ജോലിയാണ്. ഒരു പാത്രം വെള്ളം യേശുക്രിസ്തു നാമത്തിൽ ഒരാൾക്ക് കുടിക്കാൻ കൊടുത്താൽ പ്രതിഫലം കിട്ടും. അപ്പോൾ എത്ര ഗൗരവമായ കാര്യമാണ്. ഒരു പാത്രം വെള്ളം, പച്ചവെള്ളം യേശുക്രിസ്തു നാമത്തിൽ ഒരാൾ കൊടുത്താൽ അതിന് പ്രതിഫലമുണ്ട്. നമുക്ക് ഈ ചെറിയ വിലയിരുത്തിനൊരു പാനപാത്രം വെള്ളം കുടിക്കാൻ കൊടുത്തതിന് പ്രതിഫലം കിട്ടാതെ പോകുകയില്ല എന്നാണ് കർത്താവ് പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നമുക്ക് എല്ലാറ്റിനും പ്രതിഫലമുണ്ട്. പ്രതിഫലം കർത്താവ് തരുന്നുണ്ട്, കർത്താവ് തന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. ചെറുവിരലെങ്കിലും നിങ്ങൾ അനക്കി നോക്കൂ, കാണാം. കർത്താവിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്തു നോക്കൂ, നിങ്ങളെ ഐശ്വര്യമായി കർത്താവ് നയിക്കാൻ തുടങ്ങും. ഐശ്വര്യമായിട്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കർത്താവിൻ്റെ സേവയിൽ, ദൈവത്തിൻ്റെ വേലയിൽ നാം സന്തോഷിക്കുക. 3-ാമത്തെ കാര്യം, ദൈവത്തിന് സ്തോത്രം, നമുക്ക് വായിക്കാം. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 17-18 വാക്യങ്ങൾ വായിക്കാം. അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവുമരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കയില്ല, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. സ്തോത്രം. ഈ കഷ്ടനഷ്ടങ്ങളെല്ലാം വന്നാലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. ദൈവത്തിന് സ്തോത്രം. പരീക്ഷ തോറ്റു, നിരാശ വരില്ല. പരീക്ഷ തോറ്റു, ഞാൻ പഠിക്കേണ്ടതിൽ പഠിച്ചു, എന്നാൽ സാധുന്നില്ല, ഞാൻ പഠിച്ചു, പക്ഷെ തോറ്റു. എന്തുകൊണ്ടാണ് തോറ്റു എനിക്കറിയാൻ പാടില്ല. ഞാൻ ജയിക്കുമെന്ന് വിചാരിച്ചത്, പക്ഷേ ഞാൻ തോറ്റുപോയല്ലോ. നിരാശ വരികയില്ല. ഞാൻ പഠിച്ചു, പ്രതിഫലം തരേണ്ടത് കർത്താവല്ലേ. ചിലപ്പോൾ ഞാൻ പഠിച്ചത് വേണ്ടതിൽ പഠിച്ചില്ലായിരിക്കും, ചിലപ്പോൾ ഞാൻ പഴയ പാഠങ്ങൾ നോക്കിയില്ലായിരിക്കും, പഠിച്ചില്ലായിരിക്കും, ചിലപ്പോൾ ഞാൻ അതിനുവേണ്ടി പഠിക്കാനിരുന്ന് കഷ്ടപ്പെട്ട് കാണില്ല, പലതും ഓർമ്മയിൽ നിൽക്കുന്നില്ലായിരിക്കും. അവിടെ നാം വിനയപ്പെടുക. അവിടെ അല്ലാതെ നമുക്ക് നിരാശ വരികയല്ല വേണ്ടത്. നിരാശ വരരുത്, ഒരിക്കലും നിരാശ വരരുത്. ഒരു വിസയ്ക്ക് വേണ്ടി ശ്രമിച്ചു വിദേശത്തേക്ക് പോകാൻ, പല രീതിയിലൊക്കെ നോക്കി വിസ കിട്ടുന്നില്ല. അതിൻ്റെ പ്രൊസീജിയർ എല്ലാം ക്രമപ്രകാരം എല്ലാ കാര്യങ്ങളും നടത്തി, പക്ഷേ വിസ വരുന്നില്ല. ഞാൻ എന്താണ് എനിക്ക് ഇങ്ങനെ വന്നത്? എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എല്ലാവർക്കും വിസ കിട്ടി, എനിക്ക് മാത്രം എന്താ വിസ കിട്ടാത്തത്? എല്ലാവരും ഇപ്പോൾ ഏതാണ്ട് ജോലിക്ക് കയറി കഴിഞ്ഞു. അവർ കാനഡയിലേക്കോ അല്ലെങ്കിൽ ന്യൂസിലൻഡിലേക്കോ ഓസ്ട്രേലിയയിലേക്കോ എവിടെയാണെന്ന് വെച്ചാൽ അങ്ങോട്ട് പോകാനുള്ള വിസയൊക്കെ കിട്ടിക്കഴിഞ്ഞു. എനിക്ക് മാത്രം കിട്ടിയില്ല. നിരാശ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കൂ, എല്ലാം കാണുന്നൊരു ദൈവമുണ്ട്.
നിങ്ങൾ മനസ്സിലാക്കൂ, എല്ലാം കാണുന്നൊരു ദൈവമുണ്ട്. നിങ്ങളുടെ വിസയുടെ ആപ്ലിക്കേഷൻ, നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതിയ പരീക്ഷ പേപ്പർ, നിങ്ങളതിനു വേണ്ടി പഠിച്ചത്, ആ പരീക്ഷയ്ക്ക് നിങ്ങൾ അപ്പിയർ ചെയ്യുന്ന നേരത്ത് നിങ്ങളതിനു വേണ്ടി അധ്വാനിച്ചത്, എല്ലാം കാണുന്നൊരു ദൈവമുണ്ട്. നിങ്ങൾ വിശ്വസിക്കൂ, ഈ ജീവനുള്ള ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങൾ ആശ്രയിച്ചുകൊണ്ട്, യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൽ നിങ്ങൾ ആശ്രയിച്ചുകൊണ്ട്, യേശുക്രിസ്തുവിൻ്റെ തിരുവലിയിൽ നിങ്ങൾ ശരണപ്പെട്ടുകൊണ്ട് നിങ്ങൾ തുടർന്ന് പഠിക്കൂ, തുടർന്ന് ഉദ്യമിക്കൂ, തുടർന്ന് നിങ്ങളുടെ പ്രവർത്തന പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകൂ. തീർച്ചയായിട്ടും ദൈവം നിങ്ങൾക്ക് ജയം തരും. വിശ്വസിക്കുക. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഒരാൾ എഴുതി, സാറേ ഞാൻ ആ പരീക്ഷ പാസ്സായി എന്ന് പറഞ്ഞാൽ അപേക്ഷ കൊടുത്തത്. ഞാനൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി, ഒരു ഫോഴ്സ് സർട്ടിഫിക്കറ്റ് വെച്ചാൽ ശരി സർട്ടിഫിക്കറ്റ് അല്ല, അത് സർട്ടിഫിക്കറ്റാണെന്ന് തോന്നുന്ന വിധത്തിൽ സർട്ടിഫിക്കറ്റ് ഞാനൊക്കെ ഉണ്ടാക്കി. ഒരു വേറെ എങ്ങാണ്ടൊക്കെ ചോദിച്ച് ഞാൻ ഒരു സർവീസ് സർട്ടിഫിക്കറ്റ്, എൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു. ഞാനങ്ങനെ ജോലിയിൽ പ്രവേശിച്ചു. സാറേ ഇപ്പം എനിക്ക് സമാധാനമില്ല. ഞാൻ നുണ പറഞ്ഞാണല്ലോ ജോലി മേടിച്ചത്. എന്തെങ്കിലും അത് കണ്ടെത്തി പോയാൽ കഷ്ടമാകുമല്ലോ. എനിക്ക് സമാധാനമില്ല. സാറേ ഞാൻ എന്താ വേണ്ടത്? ദൈവത്തിന് സ്തോത്രം. എന്നെ കുഴക്കിയ പ്രശ്നമാണ്. ഞാനിത് എന്നെ വല്ലാതെ കുഴക്കിയത്. ഞാൻ എന്ത് മറുപടി പറയും? ഏതായാലും ഈ സർട്ടിഫിക്കറ്റ്സ് എല്ലാം അവിടെ കൊടുത്തു. ഇനി ആ സർട്ടിഫിക്കറ്റ്സ് തിരികെ മേടിച്ചിട്ട് ഇത് ഞാൻ ജയിച്ചതല്ല എന്ന് പറയാൻ പോയാൽ അതിൻ്റെ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിയുമ്പോഴത്തേക്കും എന്തൊരു ദയനീയമായ അവസ്ഥയായിരിക്കും. അവിടെ നിന്ന് വിഷാദ വ്യവസനായി ഇറങ്ങിപ്പോരേണ്ടി വരില്ലേ? എന്തൊരു പ്രയാസമായിരിക്കും. എങ്ങനെ ഇതിനെ ഫേസ് ചെയ്യേണ്ടു? ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഒരു 21 ദിവസം ഉപവാസം എടുക്കുക, പ്രാർത്ഥിക്കുക. ദിവസം ഒരു നേരം മാത്രം ആഹാരം കഴിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവേ, എനിക്ക് ഈ അകൃത്യം എൻ്റെ തലയിൽ നിന്ന് മാറാൻ കർത്താവേ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നീ എനിക്ക് കാണിച്ചു തരണം. ഞാൻ പറഞ്ഞു, ഒരു 21 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഉപവാസം എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ ബോധ്യം കിട്ടും. ബോധ്യം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും എന്നെ വിളിച്ചോളൂ എന്ന് ഞാൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഓരോ തരത്തിലുള്ള കുഴഞ്ഞു പറഞ്ഞ പ്രശ്നങ്ങളിൽപ്പെട്ട് മനുഷ്യർ വലയുകയാണ്, വിഷമിക്കുകയാണ്. ആകുലഭാരങ്ങളിങ്ങനെ തിങ്ങി വരികയാണ്. എന്തു വേണ്ടു ഇനി? എങ്ങനെ ഈ കുരുക്കഴിക്കാൻ പറ്റും? കുരുക്കിലായിപ്പോയി, വലിയൊരു കുരുക്കിലായിപ്പോയി. എങ്ങനെ ഈ കുരുക്കഴിക്കും? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാനെങ്ങനെ ഇതൊക്കെ പറയുന്നത്? ഒരാളെ വിളിച്ചു, സാറേ ഞങ്ങൾക്കുണ്ടായ 2ാമത്തെ കുട്ടിയെ അതിനെ അബോർട്ട് ചെയ്ത് കളഞ്ഞു. സാറേ അത് ഇപ്പോൾ വലിയ തീവ്രമായ വേദനയായിരിക്കുകയാണ്. കാരണം അബോർഷനൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ മൂത്ത കുട്ടിക്ക് അസുഖം വന്ന കുട്ടി മരിച്ചുപോയി. ഇപ്പോൾ ഞങ്ങൾ പിള്ളേരില്ല. എന്ത് ചെയ്യണം? ദൈവത്തിന് സ്തോത്രം. കുഴക്കുന്ന പ്രശ്നമാണ്. ഓരോരുത്തരുടെ ഉള്ളിൽ ഇങ്ങനെ തിങ്ങി വിങ്ങുന്ന പ്രശ്നങ്ങളുണ്ട്. വിങ്ങുന്ന പ്രശ്നങ്ങൾ. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഞാൻ പറയും, എൻ്റെ എളിമയിൽ പറയും, എൻ്റെ നിസ്സാരതയിൽ പറയും, എല്ലാ പ്രശ്നത്തിനും എൻ്റെ യേശുവിൻ്റെ അടുക്കൽ പരിഹാരമുണ്ട്. എല്ലാ പ്രശ്നത്തിനും. നിങ്ങൾ അഴിക്കാൻ നോക്കിയാൽ കുരുക്കഴിയില്ല. ഈ കുരുക്കൊന്നും നിങ്ങൾ അഴിക്കാൻ നോക്കിയാൽ അഴിയില്ല. പക്ഷേ അഴിക്കാൻ കഴിവുള്ള ഒരാളുണ്ട്. ഏതെല്ലാം കെണികൾ വന്ന് കുരുങ്ങിയാലും, ഏതെല്ലാം കുരുക്കൾപ്പെട്ട് നട്ടം തിരിഞ്ഞാലും അതെല്ലാം അഴിച്ചഴിച്ച് ഓരോന്ന് വകതിരിച്ച് അഴിച്ചഴിച്ച് മാറ്റി നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നിങ്ങൾ സമാധാനത്തിലാക്കാൻ യേശുക്രിസ്തു ഉണ്ട്. നിങ്ങൾ വിശ്വസിക്കൂ. ഏത് കൊടിയ പ്രശ്നമാണെങ്കിലും യേശുക്രിസ്തു ഉണ്ട്. ഇന്ന വിധത്തിൽ ചെയ്യുകയെന്ന് പറയുന്നവരാൻ ഒരു പക്ഷേ എനിക്ക് കഴിഞ്ഞു തരികയില്ല, പക്ഷേ എൻ്റെ യേശുവിന് കഴിയും. ദൈവത്തിന് സ്തോത്രം. ഇന്ന വിധത്തിൽ നിങ്ങൾ ചെയ്യൂ എന്ന് പറഞ്ഞു തരാൻ ഈ ഭൂമിയിൽ ആർക്കും കഴിഞ്ഞു തരികയില്ല, പക്ഷേ യേശുക്രിസ്തുവിന് കഴിയും. കുരുക്കൾ അഴിക്കേണ്ടിയിരിക്കുന്നു. കർത്താവിന് സ്തോത്രം. ജീവിതത്തിലെ കുരുക്കഴിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം ഭാസുരമായി തീരും, പ്രകാശമേതുരമായി തീരും. സ്തോത്രം. പ്രസന്നമായി തീരും. കുരുക്കുകളെല്ലാം അഴിയണം. നിങ്ങൾ ആഗ്രഹിക്കണം, എൻ്റെ ജീവിതത്തിൽ അനേകം കുരുക്കളുണ്ടല്ലോ കർത്താവേ, അനേകം കുരുക്കുകൾ, അനേകം കെണികൾ ഞാൻ വീണ്ടിരിക്കുകയാണല്ലോ കർത്താവേ. അഴിച്ചിട്ടും അഴിയാൻ പറ്റാത്ത കുരുക്കുകൾ. ദൈവത്തിന് സ്തോത്രം. ഇതുപോലെ കുരുക്കഴിക്കാൻ പാടില്ലാത്ത ചില വിഷയങ്ങളൊക്കെ വരുമ്പോഴേക്കും ഞാനും മുമ്പരുന്ന് പോകും. എൻ്റെ കർത്താവ് എന്ത് പറയും? പ്രേമിച്ചവരത്തിന് വിവാഹം കഴിച്ചു. പ്രേമിച്ച് വിവാഹം കഴിച്ചു. ഒരു കുഞ്ഞുണ്ടായി. പക്ഷേ ആ പെൺകുട്ടിയുടെ ആളുകൾ അത് അംഗീകരിച്ചില്ല. അവസാനം കുട്ടിയെയും കൊണ്ട് അവൾ വീട്ടിൽ പോയി. അപ്പോൾ അവളെ കാണാൻ പറ്റുന്നില്ല, കുഞ്ഞിനെ കാണാൻ പറ്റുന്നില്ല. അവൻ വെപ്രാളത്തിലായി. അവളുടെ ആളുകളുടെ അനുവാദം കൂടെയാണ് കല്യാണം കഴിച്ചത്.
അത് അവിടെ എല്ലാം തെറ്റുകൾ പറ്റിയെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. പക്ഷേ ഞാൻ എങ്ങനെ ഇതിൻ്റെ രക്ഷ നേടും? സമാധാനമില്ല, മനസ്സിന് സ്വസ്ഥതയില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞു ഇതിനും പ്രശ്നത്തിന് പരിഹാരമുണ്ട്. പരിഹാരം എൻ്റെ കയ്യിലില്ല. ഞാൻ നിങ്ങളെപ്പോലെ സാധു മനുഷ്യനല്ലേ, എൻ്റെ കയ്യിൽ പരിഹാരമില്ല. പരിഹാരം ഒരാളുടെ കയ്യിലുണ്ട്. സ്തോത്രം. അത് യേശുക്രിസ്തുവിൻ്റെ കയ്യിലാണ്. യേശുക്രിസ്തുവിൻ്റെ കയ്യിൽ പരിഹാരമുണ്ട്. നിങ്ങൾ വിശ്വസിക്കൂ. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന നിങ്ങൾ അനേകം പേര് കുരുക്കിൽപ്പെട്ട് കുഴയുന്നവരാണ്, ഊരാക്കുരുക്കിൽപ്പെട്ട് വലയുന്നവരാണ്. അനേകം പേര് വലഞ്ഞ് വിഷമിച്ച് കഴിയുന്നവരാണ്. എല്ലാ കുരുക്കും അഴിച്ചു തരാൻ എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിന് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കൂ. ഒറ്റയ്ക്കൊരു കാര്യം മാത്രം മതി. യേശുക്രിസ്തുവിൻ്റെ ആ തൃക്കര നിങ്ങൾ തൊട്ടാൽ മാത്രം മതി. യേശുക്രിസ്തുവിൻ്റെ ആ ജയമുള്ള സ്ലീബ നിങ്ങളുടെ മേൽ വെച്ചാൽ മാത്രം മതി. ജയമുള്ള സ്ലീബ നിങ്ങളുടെ പ്രശ്നത്തിന് മേൽ വെച്ചാൽ മാത്രം മതി. അഴിഞ്ഞു പോകും എല്ലാം. എങ്ങനെയെന്ന് പക്ഷേ ഒരാൾക്ക് പറഞ്ഞു തരാൻ പറ്റിയെന്ന് വരികയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്ന് ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയം തുറന്ന് കഴിഞ്ഞ കാല ജീവിതത്തിൽ നിന്ന് പോയ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് മേലിൻ്റെ കർത്താവെ മനസ്സറിഞ്ഞൊരു പാപം ചെയ്യുകയിലും തീരുമാനിച്ച് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതം കൊടുക്കുന്നെങ്കിൽ എല്ലാ കുരുക്കും കർത്താവ് ഒഴിച്ചു തരും. എല്ലാ പ്രതിസന്ധിയും കർത്താവ് മാറ്റിത്തരും. കർത്താവിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. എല്ലാ തിന്മയും കർത്താവ് മാറ്റിത്തരും. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തീരുമാനമെടുക്കുക, കർത്താവേ കുരുക്കൾ എഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് സന്തോഷം ഉണ്ടാവില്ലല്ലോ, കുരുക്കുകളെ അഴിച്ചു തരണമേ. കുരുക്കൾ എഴിയുന്ന സന്തോഷം, എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾ മാറുന്ന സന്തോഷം, എൻ്റെ ജീവിതത്തിലെ യാതനകൾ മാറുന്ന സന്തോഷം, കർത്താവേ ആ സന്തോഷം എനിക്ക് തരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. കർത്താവിൻ്റെ കാര്യങ്ങളിലേക്ക് ഞാൻ വിട്ടുകൊടുക്കൂ, മുഴുവനായിട്ടും വിട്ടുകൊടുക്കും. എനിക്കറിയാൻ വയ്യ കർത്താവേ എന്ന് പറയൂ. കർത്താവേ എനിക്കറിയാൻ വയ്യ, ഈ പ്രശ്നത്തിൻ്റെ പരിഹാരം എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ അമ്പരപ്പിലാണ്, ഞാൻ പരിഭ്രാന്തിയിലാണ്. നാഥ നീ ഒന്ന് നോക്കണമേ ഇങ്ങോട്ട്. ഒരു പാപി ഇരുന്ന് കരയുന്ന ഒന്ന് കാണണമേ, ഒരു അഗതി ഇരുന്ന് നിലവിളിക്കുന്ന നീ കാണണമേ. യേശുവേ നീ എൻ്റെ നേരെ നോക്കണമേ. ഇപ്പോൾ നിൻ്റെ ആ തിരുരക്തം ഒരു തുള്ളി എൻ്റെ മേൽ വന്ന് വീഴണമേ കർത്താവേ. നാഥ ജീവജലം തെളിച്ച് എനിക്ക് ജീവൻ തരണമേ. എനിക്ക് ആത്മാവിൽ ജീവൻ തന്നതിനെ എഴുന്നേൽപ്പിക്കണമേ, ശക്തീകരിക്കണമെന്ന് പറയൂ. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ തന്നെ കൊടുക്കൂ. മടി കൂടാതെ, അല്പം പോലും വൈമനസ്യമില്ലാതെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ തന്നെ കൊടുക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ കരം നിങ്ങളെ തലോടുകയും നിങ്ങളുടെ കുരുക്ക് കർത്താവ് അഴിച്ചു തരികയും ചെയ്യും. കഷ്ടതയിൽ സന്തോഷം. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രാർത്ഥന സമർപ്പിക്കാം. കരുണയുള്ള കർത്താവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. അവിടുത്തെ കൃപയുടെ വചനങ്ങൾക്കായി ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. അവിടുത്തെ വാഴ്ത്തപ്പെട്ട കൃപയുടെ വചനങ്ങൾക്ക് തന്നതിനായി ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. സ്വർഗീയ വചനങ്ങളായി ഞങ്ങൾ പോഷിപ്പിച്ചതിനായി ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. സ്വർഗീയ എണ്ണ ഞങ്ങളുടെ മേൽ പകർന്നതിനായി ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ.